ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. വെള്ളിയാഴ്ച ഞങ്ങൾ അമ്മച്ചൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശനിയാഴ്ച രാവിലെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോഴിക്കോട് പോവാണ്. 8:40 ട്രെയിൻ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി ഇങ്ങനെ കുത്തിരിക്കുകയാണ്. പിന്നെ 3 ഡ്രസ്സ് എങ്ങാണ്ട് എടുക്കാനുണ്ട്. ഡ്രസ്സ് മാത്രം എടുത്താൽ പോരാ, ചെരുപ്പ്, കമ്മൽ, അങ്ങനെ ഒരുപാട് സാധനം എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് പോകുന്നത്. 3 ഡ്രസ്സ് എന്ന് പറയുമ്പോൾ കല്യാണം, റിസപ്ഷൻ, മുന്തിരി കല്യാണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കുറച്ച് നേരം ടൈമൊക്കെ പോകേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി, പിന്നെ കുറച്ച് നേരം ഉറങ്ങി, അങ്ങനെയൊക്കെ ടൈം പോക്കി. പിന്നെ ഞങ്ങൾ കാലിക്കറ്റിലുള്ള ഫാഷൻ ബസാറിലാണ് പോയത്. അവിടെ 50% ഓഫർ ഉണ്ട് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പിന്നെ അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് പറഞ്ഞ് അങ്ങനെ പോയതായിരുന്നു. പക്ഷേ എങ്കിൽ മാമിക്കും ആർക്കും ഇഷ്ടപ്പെട്ടൊരു സാരി അവിടെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ സാരി എടുത്തില്ല. പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു മുന്തിരി കല്യാണത്തിന് ഇടേണ്ട ഒരു ടീഷർട്ടും, പിന്നെ അമ്മച്ചനും മാമനും ഷർട്ടും, ടവൽ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് അവിടുന്ന് ബില്ല് ചെയ്തിറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നുണ്ടായിരുന്നത് പരാഗിലേക്കായിരുന്നു. അവിടുന്ന് തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരാഗിലെത്തി. പരാഗിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയൊക്കെ എടുത്തു. ഇത് ലെഹങ്കാന്ന് ഷറാറ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വാങ്ങിയതാണ്. അമ്മ ചുരിദാർ അടിക്കാൻ വേണ്ടി തുണി വാങ്ങി. ഷിപ്പാമി, ഞാൻ, ആമി ഒക്കെ ഷറാറ അടിക്കാൻ വാങ്ങി. അരിതാമിക്ക് പാൻ്റ് ഉണ്ട് ഷറാറിൻ്റെ. പിന്നെ ഒരു ടോപ്പ് വാങ്ങണം. മാമിക്ക് കിട്ടിയില്ല അതിൻ്റെ ഒരു കളറ്. പിന്നെ ഞങ്ങൾ ബിരിയാണി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവിടുന്ന് ബിരിയാണി കഴിച്ചു, ഞാനും മാമിയും അമ്മയൊക്കെ. അമ്മയും ആമിയൊക്കെ ചോറും കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറി സൂര്യയിൽ പോയി. അവിടെ ഈ ഒരു സാരി കണ്ട് നല്ല രസമില്ല ഇങ്ങനെ കാണാൻ. അങ്ങനെ ഉടുത്തിട്ട് ആ സാരീൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. 15,660 രൂപയാണ്. പിന്നെ അവിടുന്നും കുറേ സാരികൾ നോക്കി. പക്ഷേ അവിടുന്നും ഞങ്ങൾക്ക് ഒരു സാരിയും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ മാമി, അമ്മ അവർക്കൊന്നും ഒരു സാരി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആമി അവിടെ നിന്ന് ഓടിക്കളിക്കുന്നു. പിന്നെ മാമി ഇങ്ങനെ ഓരോ സാരികൾ വെച്ച് നോക്കുന്നു. ആമി അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോരോ സാരി എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ആമി പിന്നെ ഇപ്പം ഇങ്ങനെ പരസ്യമൊക്കെ ചെയ്യില്ലേ സാരിയുടെ ഇത്ര രൂപയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആമി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സാരികൾക്ക് എല്ലാം വാങ്ങിയത് 1000 രൂപ പറ്റിച്ചേ അല്ലേ. അങ്ങനെ സൂര്യന്ന് ഒന്നും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ബസ് കയറി. ലക്ഷ്മി, സൂര്യ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്. എന്ന് വെച്ചാൽ രണ്ടും വെവ്വേറെ വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ സൂര്യ കയറി. എന്നിട്ട് അവിടെ നിന്ന് അമ്മക്കും മാമിക്കും ഇഷ്ടപ്പെട്ട ഒരു സാരി എടുത്തു. ഷീപ്പാമിക്ക് ഇഷ്ടപ്പെട്ട സാരി അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടൊരു സാരി മേടിച്ചു. ഒരേപോലത്തതാണ്. കളർ ചേഞ്ചേ ഉള്ളൂ, ഒരേപോലത്തെയാണ്. പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് അവിടുത്തെ ഒരു ഷോപ്പിൽ കൂടി കയറി. കാലിക്കറ്റ് എന്തോന്ന് പേര്. അവിടുന്ന് ഒന്നും കിട്ടിയില്ല ശില്പാമിക്ക്. പിന്നെ ഞങ്ങൾ KSRTC ബസ് കയറി നേരെ പോവുകയാണ് വടകരയ്ക്ക്. എന്നിട്ട് വീടെത്തി. അവിടെ നിന്ന് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഷറാറ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓട്ടോയൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ അതടിക്കാൻ കൊടുത്തു. പിന്നെ എന്നിട്ട് പരാഗ കയറി ഒരു തുണി അമ്മയ്ക്ക് വാങ്ങി. ഹലോ ഗൈസ്, ഇതൊരു വളരെ കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങൾ ഞായറാഴ്ച ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. സൂര്യയിലാണ് പോകുന്നത്. അമ്മച്ചനെ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ പോവുകയാണ്. മാമി അവിടെ നിന്ന് കുറേ സാരികളൊക്കെ നോക്കി. എനിക്ക് കല്യാണത്തിന് വേണ്ട ഡ്രസ്സ് നോക്കി. എല്ലാം കിട്ടി, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വരികയാണ്. വളരെ കുഞ്ഞു വീഡിയോ ആണ്. എന്നിട്ട് വടകര അവിടെ എന്തൊരു ഇതുണ്ടായിരുന്നു. അവിടെ കൂടി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ബൈ ബൈ.